ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന 4.800 സെന്റിൽ 1710 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് 14 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമതിലെല്ലാം ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വിശാലമായൊരു മുറ്റമാണ് ഇവിടെ ലഭിക്കുക. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുക. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിലായി അത്യാവശ്യം പച്ചക്കറി തൈകളൊക്കെ നടാവുന്ന ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റ് ഡയറക്ഷനാണ്. വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ കിഴക്കോട്ട് തന്നെയാണ്. ചെറിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായൊരു ലിവിംഗ് ഹാളിലേക്കാണ്. ഈ ഒരു ലിവിംഗ് ഹാളിൽ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റുകളും സീലിംഗ് ഫാൻ അടക്കം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് നമുക്ക് കാണാം. മനോഹരമാക്കി തന്നെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. 10ഓളം ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾഡ് ആവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാൾ ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഡൈനിങ് ഹാളിലും സീലിംഗ് ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് ക്രോക്കറി ഷെൽഫോട് കൂടി വരുന്ന ഒരു ഓപ്പൺ ഏരിയ കാണാം. അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത കിച്ചൺ തന്നെയാണ്. വിശാലമായ ഒരു കിച്ചൺ ഇവിടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്താണ് കിച്ചണിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി ഒരു ചിമ്മിനിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ കിച്ചണിലും ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാൻ അടക്കം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ കിച്ചണും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ അടക്കം എല്ലാം കൊടുത്ത് ഒരു കോർണറിലായി കബോർഡ് വർക്കും ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഡിസൈനോട് കൂടി വരുന്ന ബാത്റൂം ടൈലുകളെല്ലാം നമുക്ക് കാണാം. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കേസിന് താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ജിയുടെ പൈപ്പും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കയറി ഇനി നമുക്ക് നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുന്നത് ചെറിയൊരു ഹോളിലേക്കാണ്. മുകളിലെ നിലയിലായി 2 ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭ്യമാവുക. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് മുകളിലെ നിലയിലും ലഭിക്കുന്നത്. ഈ ബെഡ്റൂം ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ഭിത്തിയിലും ഇവിടെയും വിൻഡോ എല്ലാം കൊടുത്ത് തന്നെയാണ് ബെഡ്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പം കിട്ടുന്ന രീതിയിലാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്.
മനോഹരമായ ടൈലുകളെല്ലാം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. 10 വർഷത്തോളം വാറണ്ടിയുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൽ നിന്നുമാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാനുള്ള പ്രൊവിഷൻ ലഭിക്കുക. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്താണ് ഈ ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും കൂടാതെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന 4.800 സെൻറ്റിൽ 1710 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.